എന്റെ പേര് ഡുംഗർ സിംഗ് സോഡ. ഓ പ്ലീസ് ചെക്ക്. ഇതെന്താ ടെക്നിക്കൽ ഫെയിലിയർ ആണോ? ഏതായാലും വന്നല്ലോ. കണ്ടില്ലേ, വെറും 5 സെക്കൻഡ് മാത്രമേ കറണ്ട് പോയുള്ളൂ. പക്ഷെ എത്രമാത്രം ഡിസ്കംഫർട്ട് ആക്കി. ഞാൻ രാജസ്ഥാന്റെ ബാൽമേർ എന്ന സ്ഥലത്തുനിന്ന് വരിക. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരുപാട് ആഴ്ചകൾ കറണ്ട് ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇരുട്ട് രാത്രി മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ഇരുട്ടിലായിരുന്നു. എല്ലാവരും ഫാനില്ലാതെ കഷ്ടപ്പെടും, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെടും. നമ്മുടെ നാട്ടില് ദീപങ്ങളുടെ ഉത്സവം ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്റെ ഗ്രാമത്തില് രാവും പകലല്ലാതെ ഇരുട്ട് മാത്രമാണ് ഉണ്ടായത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ കറണ്ട് പെട്ടെന്നായിരിക്കും പോവുക. ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലാവും ഇനി കുറച്ച് ആഴ്ചകൾക്ക് എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന്. പഠിച്ച് വലുതായിട്ട് ജോലി ചെയ്യാൻ സൂരത്തിലേക്ക് വന്നു. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവനും എന്റെ ഗ്രാമത്തിലുള്ള ഇരുട്ട് മാത്രമായിരുന്നു. ഞാൻ എഞ്ചിനീയർ ഒന്നല്ല, പക്ഷേ യൂട്യൂബ് എന്റെ ഗുരുവായി മാറി. അറിയോ, അത് തന്നെയാണ് എന്റെ ഗവേഷണ കേന്ദ്രം. അവിടെ തുടങ്ങിയതാണ് ഈ സൺ വിൻഡ് ഇന്നോവേറ്റീവ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ, ഏറ്റവും കനം കുറഞ്ഞ സ്മോൾ വിൻഡ് ടർബൈൻ. ഈ 1 കിലോ വാട്ട് ടർബൈൻ ഒരു ദിവസം 10 മുതൽ 15 യൂണിറ്റ് കറണ്ട് വരെ ഉൽപ്പാദിപ്പിക്കും. അതൊരു സ്മാർട്ട് ഫോണിന്റെ വിലയ്ക്ക് തുല്യമാണ്. അത് ടെറസ് ആണെങ്കിലും ശരി, പാടമാണെങ്കിലും ശരി, ഇനി ആർമിയുടെ യൂണിറ്റ് ആണെങ്കിൽ പോലും 10 മണിക്കൂറുടെ കാറ്റ് മതി. നിങ്ങൾക്ക് കറണ്ട് ബില്ലും വരില്ല, ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. വെറും കാറ്റ്, വെളിച്ചം, പിന്നെ ജീവിതം. ഇന്ന് ഈ വിൻഡ്മിൽ 20-ലധികം കൺട്രീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് റെവല്യൂഷനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതും ഹൈവേയിലേക്കൂടെ പോകുന്ന വണ്ടിയുടെ കാറ്റിലൂടെ. കറണ്ട് ഉണ്ടാക്കാം, നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും, അതും ഒരു മോട്ടറും ഇല്ലാതെ. കറണ്ടിന്റെ സഹായം ആവശ്യമില്ല. ടൈറ്റൻസ്, എന്റെ ആഗ്രഹങ്ങൾ വളരെ ക്ലിയർ ആണ്. എവിടേക്കാണോ ഇരുട്ടുള്ളത് അവിടെയൊക്കെ സൺവിൻഡ് മുഖേന കറണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പ്രകാശം അന്വേഷിച്ച് വന്നതല്ല, പ്രകാശം നൽകാൻ വന്നതാണ്. ഈ യാത്രയിൽ എന്റെ ഒപ്പം കൈകോർക്കാൻ റെഡിയാണോ? കാറ്റിലൂടെ കറണ്ട് ഉണ്ടാക്കുന്ന പദ്ധതിക്ക് സഹായിക്കാൻ റെഡിയാണോ? അതിനുവേണ്ടി എന്റെ ആസ്ക് ആണ് 6 crore for 5%. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കളുടെ ഈ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അത് വളരെ മഹത്തായ ഒന്ന് തന്നെയാണ്. അല്ല, ഈ വിൻമിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥാപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോലും വെക്കാൻ പറ്റും. ടെറസിൽ വെക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്രയാണെങ്കിൽ അങ്ങോട്ടേക്കും കൊണ്ടുപോകാം. അത്രമാത്രം പോർട്ടബിൾ ആണിത്. ഈ ഐഡിയയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? അതായത്, ഒരു ഗ്രാമത്തിൽ കറണ്ട് ഇല്ലെങ്കിൽ ആ ഗ്രാമം മാത്രമല്ല ഇരുണ്ടു പോകുന്നത്, ആ ഗ്രാമത്തിലെ കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതാകുന്നത്. 2006 ആദ്യമായിട്ട് ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവിടെ ഏകദേശം 2-3 മാസങ്ങൾക്ക് കറണ്ട് തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത്. പാചകം ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്കൊരു ലൈറ്റ് ആവശ്യപ്പെട്ട, ഭക്ഷണം വിറകടുപ്പിൽ ഉണ്ടാക്കും, പക്ഷെ അത് ഉണ്ടാക്കാനുള്ള വെളിച്ചമില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള വെളിച്ചം ഉണ്ടാവില്ല. ഉഷ്ണകാലത്ത് ഫാൻ ഇടാൻ പറ്റില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. രാത്രിയായി പുറത്തു പോകാൻ പറ്റില്ല, കാരണം വഴികളൊക്കെ ഇരുട്ടായിരിക്കും, അവിടെയൊക്കെ പാമ്പുകളൊക്കെ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാ, ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തിയാൽ ഗ്രാമത്തിന് വേണ്ടി എന്തായാലും സഹായിക്കും ഞാൻ. ആക്ച്വലി പവർ ഒരു സെക്കൻഡറി കാര്യമാണ്. പ്രൈമറി ആയിട്ട് വേണ്ടത് ഒരു തവണ ബ്ലേഡ് ഒന്ന് അനങ്ങി കിട്ടിയാൽ മതി. അപ്പൊ ഒരുപാട് പേരെ നോക്കി ചിരിച്ചായിരുന്നു, നീ വെറുതെ സമയം കളയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വിൻമിൽ റെഡിയാക്കിയത്. എന്റെ ഗ്രാമത്തിലും ഗ്രാമത്തിലെ ജനങ്ങളുടെയും എല്ലാവരുടെയും ശ്രദ്ധ എന്റെ വിൻമില്ലുണ്ടായത്. ആദ്യത്തെ തവണ എന്റെ മെഷീനിലൂടെ പവർ ജനറേറ്റ് ആയപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, കൈകിട്ട ആൾക്കാരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു എന്റെ ടർബൻ വർക്കായി, അതുകൊണ്ട് ദൈവത്തിനൊരു നേർച്ച വെക്കണമെന്ന്. അത്രമാത്രം ഹാപ്പി ആയിരുന്നു. ആ പയ്യൻ ശരിക്കും ഗംഭീരമായ സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി വൈദ്യുതിയെ പറ്റി ചിന്തിക്കേ വേണ്ട. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെട്ടം കണ്ടു. മുൻപൊക്കെ എപ്പോഴും ഇരുട്ടായിരുന്നു, ഇപ്പൊ എപ്പോഴും കറണ്ട് ഉണ്ടല്ലോ.